ക്രൂരചെയ്തികൾ നമ്മൾ വായിച്ച പഠിച്ച ചരിത്ര താളുകളിലെ യാഥാർത്ഥ്യമാണ്. അവിടെ നീതിയും ന്യായവും നിഷ്പ്രഭമായിരുന്നു. ജനാധിപത്യം പിറക്കുകയും ദേശം രൂപപ്പെടുകയും ജന്മിത്ത വാഴ്ച നാടുവിനിയുകയും ചെയ്തപ്പോൾ തമ്പ്രാൻ കുടിയാൻ വർഗീകരണം ഇല്ലാതെയായെന്നും മനുഷ്യരെല്ലാം ഒന്നാണെന്ന മഹിതമായ ആശയം ഉയരക്കേൽക്കുകയും ചെയ്തു. ഈ സ്കീം ഫ്യൂഡൽ കാലത്തിന്റെ നോവ് പറയുന്ന ആവിഷ്കാരമാണ്. നമുക്ക് കണ്ണും കാതും തുറന്ന് കാണാം. ഇത് നോക്കച്ചേക്ക് അമ്മ പറയുന്നത് 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ വലിയ കൊച്ചാണ്. അതെ, വലിയ കൊച്ച. ഇവളെ എന്റെ സ്വത്താ. എന്റെ പോലീസ് ആവണ്ട കൊച്ച. എന്റെ പോലീസ് കുട്ടി. പോലീസ് കുട്ടി ഇവിടെ 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടുന്നില്ല. എന്നാലും ആഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല. ഇനി ഞാനൊന്നും പറയുന്നുമില്ല. അതൊന്നും കാര്യാക്കണ്ട. മോള് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് വലിയ പോലീസ് ആവണോ? മോള് വന്നേ. എന്താ വച്ചേ? നീ ഓക്കെ. എനിക്ക് വയ്യ പോവാൻ. എന്ന് പോകുന്നതല്ലേ. എന്താ പറ്റിയേ? ഇനി പോവണ്ട. എന്താ വന്നേ 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 തുപ്പൽ എടാ കോളേജിലാ വിളിച്ചാൽ മതിയോ? ആ ഞാൻ പറയാം. പതുക്കെ കെട്ടിക്കൊടു. കൊച്ചിന്റെ മുടി പോയി കുപ്പാനാക്കി പണിയെടുക്കും മനുഷ്യ. അച്ഛാ, ഞാൻ പള്ളിക്കൂടത്തിൽ പോകുക. മോള് വന്നേ. നമുക്ക് അച്ഛൻ കൊണ്ടുവിടാം. മോള് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചേ വലിയ പോലീസ് ആവണോ? ഉണ്ടല്ലോ അച്ഛാ. കൊച്ചിനെ പള്ളിക്കൂടത്തിലാകാൻ പോകുന്ന പള്ളിക്കൂടത്തിലോ? പള്ളിക്കൂടത്തിൽ പോയിട്ട് പോകണം. എന്താ അവന്റെ ആഗ്രഹം? മാമ, എനിക്ക് പഠിച്ച് വലിയ പോലീസാണ്. കള്ളന്മാരെ ഒക്കെ പിടിക്കണം. ആണോ? എന്നാ മാമൻ കൊണ്ടുവിടാ സ്കൂളിൽ. എന്നാ അത് വേണോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. നമ്മളെ കൊച്ചല്ലേ. ഞാൻ വരുന്നത്. എന്നാ വാ വേഗം. ഓക്കെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് മാമ. എന്ത് കഥയാണ് നമുക്ക് ഇഷ്ടം? ഞങ്ങൾ എല്ലാ കഥകളും കേൾക്കാറുണ്ട്. ആണോ? എന്നാലേ കഥ ഞാൻ പറഞ്ഞുതരാം. മോളെ, വീട്, അവിടെ വീട്. ദൈവ
കൊച്ചുങ്ങളത് എങ്ങോട്ട് പോയി? ഇത്രയേ വൈകാറുള്ളതല്ലോ. നീ അവിടെ പോയി നോക്കിയോ? ഇവിടെ ഒന്നും കാണുന്നില്ല. പിള്ളേരത് എങ്ങോട്ട് പോയി ഈ സമയത്ത്? നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അവിടെ അവിടെ പോയി നോക്കിയോ? അവിടെ എങ്ങനെ ഉണ്ടാവും? ഇതിപ്പോ എങ്ങനെയാ മോളെ എങ്ങനെയാണ് എടോ എന്റെ മോൾക്ക് എന്ത് പ്രായം കാണും? തന്നോട് വെച്ച് എന്റെ കൊച്ചിന് എത്ര പ്രായം? 8ാം ക്ലാസ്സിലെ എഴുതിരോ സമയം കാണാണ്ട് അക്കടോ. ഇത് കൂടെ പോലെ സാർ ഒന്ന് ചവിട്ടി പിടിച്ചു ശരിയാ ഒന്ന് ചവിട്ടി. ഇത് തെളിയുന്നില്ല സാർ, ഇത് കാണുന്നില്ല. ഒരു വേറെ ആയിട്ടില്ല, വേറെ ആയിട്ടില്ല. കിട്ടിയോ? നടക്കുന്നില്ല. ആ ഒരു മിനിറ്റ്. തനിക്കാരെങ്കിലും സംശയമുണ്ടോ? മുതലാളി മുതലാളിയോ? എന്ത് മുതലാളി? എടാ സമൂഹത്തിൽ അങ്ങനെ നല്ല മനുഷ്യന്മാർ കുറെ പേരുണ്ട്. വലിയ ആളുകളെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ
വല്ല തെളിവൊക്കെ വേണം. തന്റെ ഉണ്ടോ തെളിവ്? ഇല്ല. ഇല്ലല്ലോ. അപ്പൊ തനിക്ക് കേസുണ്ടോ? എനിക്ക് കേസില്ല. എന്റെ കൊച്ചിന് ഞാൻ കേസില്ലേ? നമുക്കെന്താ ആണോ? സസ്പെൻഷൻ വരുന്നുണ്ട്. കേസ് നമ്പർ 198/1899 പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ മതിയായ തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവം മൂലം ഈ കോടതി വെറുതെ വിട്ടതായി പ്രഖ്യാപിക്കുന്നു. എടാ കുമാര, നീ എനിക്കതൊരു കേസ് കൊടുത്തു കേട്ടല്ലോ. എടാ ഈ പോലീസും കോടതിയൊക്കെ ഞാനാ. അത്താഴ പട്ടിണിക്കാർക്ക് അവന്റെ 2 പെൺപിള്ളേർക്ക് ആകെ ഉണ്ടായിരുന്ന 2 കൊച്ചുങ്ങളാ. ഒന്നിനെ ഞാൻ തൂക്കി, മറ്റൊരു പൂക്കളാ. പീഡനത്തിരയായ പെൺകുട്ടികളെ വെറും ഹാഷ്ടാഗ് കൊണ്ടാടുന്ന ഇക്കാലത്ത് ഈ അച്ഛനും മകളും ഒരു പ്രതീകം മാത്രമാണ്. മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ സ്ത്രീ ജന്മത്തിനും മനുഷ്യനെന്ന മഹാപദവിക്ക് അർഹതയുണ്ടെന്ന് നാം തിരിച്ചറിയുക. എല്ലാവരുടെയും യുഗം